ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ കെമിസ്ട്രീൻ്റെ എക്സാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ആവറേജ് ഒരു എക്സാം ആയിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ DNF ബ്ലോക്ക് എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഇതായിരുന്നു. പിന്നെ നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കണ്ടിട്ടാണ് പോയത്. പിന്നെ DNF ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കൂടുതലും തിയറി നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഭൂരിഭാഗം. എന്നാലും കുറേയൊക്കെ ഉണ്ട്. എന്നാലും അതിൽ അധികം ന്യൂമറിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ എന്നാലും യൂട്യൂബിൽ കുറച്ച് ക്ലാസ്സൊക്കെ കണ്ടിട്ടാണ് പോയത്. എന്നാലും അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഈ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ അതേപോലെ തന്നെ അവസാനം മറ്റേ ട്രൈസൽ അങ്ങനെയൊക്കെ വരുന്നത് സെല്ലിൻ്റെ അതും ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് വന്ന ക്വസ്റ്റ്യനും പിന്നെ അതിലത്തെ സെല്ലിൻ്റെ ഇക്വേഷന് അതിൻ്റെ ഇക്വേഷനൊക്കെ എഴുതാൻ പറഞ്ഞതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എക്സാം കുറച്ച് ഇതായിരുന്നു. എന്നാലും ഞാൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ആ 4 ചാപ്റ്ററിൻ്റെയും ക്ലാസ് സൈലത്തിലുണ്ടല്ലോ അത് കണ്ടു. പിന്നെ ഇന്നലത്തെ സൂപ്പർ 16 കണ്ടിട്ടാണ് പോയത്. പിന്നെ എൻ്റെ അടുത്ത് സൈലത്തിന് ഗൈഡ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് PYQ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബുക്കിൽ അധികം PYQ ഇല്ല, കുറച്ചുള്ളൂ. എന്നാലും അത് ഒന്ന് നോക്കിയിട്ടാണ് പോയത്. ഒരു ആവറേജ് പ്രിപ്പറേഷൻ ആയിരുന്നു. ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈസി ആയിട്ട് വന്നാൽ കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതാം എന്നുള്ള രീതിയിലൊരു ആവറേജ് ആയിട്ടാണ് പോയത്. ഒരു ആവറേജ് പ്രിപ്പറേഷനായിട്ടാണ് പോയത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത പോലെയുള്ളൊരു എക്സാം ആയിരുന്നു എന്നാണ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഓരോ ക്വസ്റ്റ്യനായിട്ട് പറയുന്നില്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. 1 വേർഡിൽ 5 4 എഴുതിയാൽ മതി. അതിൽ ഫസ്റ്റ് 1 എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അതിൽ കുറേ എക്സാമ്പിൾ ഉണ്ടല്ലോ, മറ്റേ റൗൾട്ട്സ് ലോൻ്റെ ഐഡിയൽ സൊല്യൂഷൻ, പിന്നെ നോൺ ഐഡിയലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എക്സാമ്പിൾ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആണ് ആൻസർ എഴുതിയത്. എനിക്കറിയില്ല കേട്ടോ കറക്റ്റാണോന്ന്. ഞാൻ ആൻസർ കീ ഒന്നും നോക്കിയിട്ടില്ല, വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ആൻസർ കീ നോക്കിയിട്ടില്ല. പിന്നെ 5ാമത്തെ അതേപോലെ തന്നെ ഇതിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അത് ബിയും ഡിയും വരുന്ന സി ഓപ്ഷനിൽ ബിയും ഡിയും ആണ് ട്രൂ ആണെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ കറക്റ്റാണോ. പിന്നെ ബാക്കി വരുമ്പോഴത്തേക്കും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എനിക്ക് 14ഉം 15ഉം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റേ 14ാമത്തെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ഓഫ് ദ റേറ്റിലോ ആ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഞാൻ എവിടെയോ പഠിച്ചതായി ഓർമ്മയുണ്ട്, പക്ഷെ അവിടെ എക്സാം ഹോളിൽ നിന്ന് എനിക്കതങ്ങ് കത്തിയില്ല, ലൈക്ക് എവിടെയാണിത് സംഭവം. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. അതേപോലെ തന്നെ 15ാമത്തെ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ, മറ്റേ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ഞാൻ അങ്ങനെ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ചാപ്റ്റർ ആണല്ലോ. ആ ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ അധികം കാര്യമാക്കില്ല, ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ടീച്ചർ എന്തെങ്കിലും ചിലപ്പോൾ ടോട്ടൽ മാർക്ക് ചിലപ്പോൾ 60-ൽ നിന്ന് കുറയ്ക്കായിരിക്കും ഈ ചാപ്റ്റർ എടുക്കാത്തതുകൊണ്ട്, അങ്ങനെ അറിയില്ല. അതുകൊണ്ട് പിന്നെ DNF ബ്ലോക്ക് എലമെൻറ്റ്സ് കാര്യമൊന്നും മര്യാദയ്ക്ക് പഠിക്കാനാണ് പോയത്. അതുകൊണ്ട് തന്നെ 15ാമത്തെയും 14ാമത്തെയും ഞാൻ സ്കിപ്പ് ചെയ്തു കേട്ടോ, മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തു. ഞാൻ ഒന്നും എഴുതിയില്ല. പിന്നെ 8ാമത്തത് അതേപോലെ തന്നെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയും ഇൻക്രീസിങ് ഓർഡർ ഓഫ് റെഡ്യൂസിങ് പവർ, മറ്റേ എക്സ് സിങ്ക് കോപ്പറൊക്കെ തന്നിട്ട് ആ സംഭവം ഇത് അതെനിക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒപ്പിച്ച് ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എനിക്ക് 19ാമത്തത് എനിക്ക് കുറച്ച് ഡൗട്ടില്ല. 19ാമത് ഞാൻ എഴുതിയിട്ടില്ല, എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. മറ്റേ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി, അത് ഞാൻ അതിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചു. മറ്റേ മോളാർ കണ്ടക്ടിവിറ്റി K/1000 ബൈ മൊളാരിറ്റി, ആ സംഭവം ഇക്വേഷൻ എനിക്ക് അറിയുന്ന എനിക്കെന്താണോ അറിയുന്നത് അത് ഞാൻ അങ്ങനെ എഴുതി വെച്ചു. പിന്നെ അതിൻ്റെ തന്നെ ഫസ്റ്റ് A ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 19ാമത്തെ A ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതും എഴുതിയില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുഴപ്പമില്ലാണ്ട് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് അങ്ങനെ എഴുതി വെച്ചു. പിന്നെ അതേപോലെ തന്നെ 25ാമത്തതും പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ നമ്മൾ ഇക്വേഷനൊക്കെ എഴുതുന്ന സംഭവം ഉണ്ടല്ലോ, അത് മറ്റേ DNF ബ്ലോക്കിലാണ് തോന്നുന്നത്. എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ വലുതായിട്ടൊന്നും കാര്യമായിട്ടൊന്നുമല്ല പഠിച്ചത്. DNF ബ്ലോക്കിൻ്റെ അതിൻ്റെ കുറച്ച് ഫ്യൂച്ചേഴ്സ് അങ്ങനെ കുറേ പഠിച്ചു. പക്ഷേ ഈ ഒരു സംഭവം എനിക്കറിയായിരുന്നു, ഇതെന്തായാലും വരും, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്തായാലും വരും എന്ന് എനിക്കറിയാം. പക്ഷേ പഠിക്കാത്ത കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് അത് കുറേ എഴുതി ഇതാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മടിയായിട്ട് ഞാൻ പഠിക്കാണ്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ 25ാമത്തെ ഞാൻ എഴുതിയില്ല.
ലൈക്ക് അത് കുറേ ഉണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഇക്വേഷൻ, ഡൈക്രോമേറ്റ്, കൊറോമേറ്റ്, അങ്ങനെ അത് ഇല്ല. അത് പിന്നെ പഠിച്ചില്ല. ബാക്കി കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതി. പിന്നെ അതേപോലെ തന്നെ 30ാമത്തതും കോൾട്രാഷ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ, അതിൻ്റെ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് ഞാൻ മറ്റേ ആനയോണിൻ്റെയും കാറ്റിയോണിൻ്റെയും സമ്മാണെന്നുള്ളത് എൻ്റെ വാക്കിൽ എഴുതി വെച്ചു. എനിക്കറിയില്ല, അത് എന്തായാലും തെറ്റായിട്ടുള്ളൊരു മീൻസ് ആനയോണിൻ്റെയും കാറ്റിയോണിൻ്റെയും സമ്മാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എഴുതി വെച്ച രീതിയൊക്കെ എന്തൊക്കെയോ ആണ്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മാർക്ക് കിട്ടുമോയെന്ന് അറിയുന്നില്ല. പിന്നെ അതിൻ്റെ തന്നെ 30ാമത്തേൻ്റെ രണ്ടാമത്തേൻ്റെ ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് കത്തിയില്ല. എന്താ വീക്ക് ഇലക്ട്രോലൈറ്റ് യൂസിങ് കോൾട്രാഷ് ലോ, മറ്റേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം, അതും ഞാൻ എവിടെയോ പഠിച്ചതായി, മീൻസ് ഇന്നലെ ഒന്ന് എവിടെയോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് 3 മാർക്കിൻ്റെ എന്തോ ആണ്. ലൈക്ക് 30ാമത്തെ മൊത്തത്തിൽ 4 മാർക്കിൻ്റെ ആണ്. അത് പോയി. ലൈക്ക് 30ാമത്തതും അതേപോലെ തന്നെ എഴുതിയില്ല. ബാക്കി 4 മാർക്കിൻ്റെയിൽ 3 എഴുതാൻ, അല്ല 4 അല്ലേ എഴുതണ്ടേ? ആൻസർ എഴുതി ഇനി 4 24. അപ്പോൾ 4 എഴുതിയിട്ടുണ്ട്. 4 ഞാൻ ഒപ്പിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ 1 എക്സ്ട്രാ ആണല്ലോ, അപ്പോൾ അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കി കറക്റ്റാണോന്ന് അറിയില്ല. പിന്നെ അപ്പോൾ അങ്ങനെയാണ്. ബാക്കിയുള്ളതൊക്കെ സൊല്യൂഷൻസിൽ നിന്നും പിന്നെ മീൻസ് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നും അതിൽ നിന്നൊക്കെ വന്നത് കുഴപ്പമില്ലാണ്ട് എഴുതി. മീൻസ് ആ ഒരു 2 ചാപ്റ്റർ എനിക്ക് കുറച്ചും കൂടെ കുഴപ്പമില്ലാണ്ട് അറിയാം. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയും DNF ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് പിന്നെയും കുറച്ചും കൂടെ ഒരു ഇത്. അപ്പോൾ അതിൽ നിന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടത് ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് സ്കൂളുകളിലൊന്നും എടുത്തിട്ടില്ല എന്ന് ഇവിടെ കേട്ടു. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ആ ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ DNF ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വെയിറ്റേജ് ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ആവുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് എക്സ്ട്രാ ആയിട്ടാണെങ്കിലും പഠിച്ചൊരു കുട്ടിക്ക് എഴുതാം. പക്ഷേ ഞാൻ അധികം പഠിക്കാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു റിവ്യൂ എന്ന് പറയുന്നത്. വലുതായിട്ടൊന്നുമില്ല. പിന്നെ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഹിന്ദി ആയിരുന്നു. ഹിന്ദി ഞാൻ ഒട്ടും നോക്കാണ്ട പോയത്. ഹിന്ദി ഞാൻ സ്കൂളിൽ വന്നിട്ട് മറ്റേ ഓരോ ചാപ്റ്റർ ആരൊക്കെ എഴുതി, അത് എന്താണ്, അത് മാത്രം നോക്കിയിട്ട് എഴുതി. പക്ഷേ അതിൽ 1 വേർഡ് തന്നെ, ഹിന്ദിയിൽ 1 വേർഡ് തന്നെ ചോദിച്ചു. അപ്പോൾ അത് മാത്രം എഴുതി. പിന്നെ ബാക്കിയൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ എഴുതി വെച്ചു. പിന്നെ ഹിന്ദി നമ്മൾ പഠിക്കാണ്ട് പോയാലും ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം മാർക്ക്, ഒരു പകുതി മാർക്കൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ പിന്നെ ഉണ്ടാക്കി എഴുതിയിലും. പിന്നെ അങ്ങനെ ഇപ്പോൾ പ്രൊഫൈലൊക്കെ വരും, ട്രാൻസിഷനും അല്ല മറ്റേ ട്രാൻസ്ലേഷൻ, ആ സംഭവമൊക്കെ നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ വെക്കാം. പിന്നെ ടിപ്പണി, ആ സംഭവമൊക്കെയാണ് പിന്നെ പഠിച്ചിട്ട് പോകേണ്ടത്. അതൊക്കെ ആ ഒരു പാരഗ്രാഫ് വന്നതെന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി. ഹിന്ദിയൊക്കെ ഒപ്പിച്ച് എഴുതിയൊക്കെ ചെയ്ത്, ഹിന്ദി ഒട്ടും നോക്കാണ്ട് പോയി. എന്നാൽ കെമിസ്ട്രി പഠിക്കാനും ആണെങ്കിൽ അങ്ങനെ നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ ഹിന്ദി നോക്കുകയും ചെയ്തില്ല. അങ്ങനെ ഒരുമാതിരി മീൻസ് നന്നായിട്ട് അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഒന്നും പഠിക്കാൻ പറ്റിയില്ല. കുറച്ചും കൂടെ പഠിച്ചായിരുന്നെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓണം എക്സാം അല്ലേ, ഇനിയുണ്ടല്ലോ. ലൈക്ക് നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ട് പിന്നെ മീൻസ് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും യൂസ്ഫുൾ ആവും. എന്നാലും ഇനി ക്രിസ്മസ് എക്സാമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കെമിസ്ട്രീൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള എന്തൊരു വീഡിയോ പഠിത്തയോടെ കിടന്നിരിക്കും. ബായ്.